ഹലോ. ഹലോ. എന്താടോ 2 ദിവസമായിട്ട് വിളിയൊന്നും കണ്ടില്ലല്ലോ? അതില്ലേ, ഉം, എനിക്ക് വയ്യായിരുന്നു. 2 ദിവസമോ? ഉം, സാധാരണ ഒരു 5 മിനിറ്റ് കണ്ടില്ലെങ്കിൽ വിളിക്കുന്ന പെണ്ണായിരുന്നല്ലോ. എന്നാ പറ്റിയേ? എനിക്ക് പനിയാ. അതുകൊണ്ടാ വിളിക്കാതിരുന്നേ? ആ, എന്നാ പിന്നെ എനക്ക് ഞാൻ വിളിച്ചാൽ ഫോണെത്തൂലേ? അതിനെങ്ങനെ, ഞാൻ പൊതിച്ചു മൂടി കിടക്കുമല്ലേ. 2 ദിവസം. പിന്നല്ലാണ്ട് നിങ്ങൾ ഉമ്മാനോട് ചോദിച്ചു നോക്കിയേ. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നപ്പോൾ എനിക്ക് വല്ലാതെ ബേജാറായി. എന്നിട്ട് ഞാൻ കുറേ തവണ വിളിച്ചല്ലോ. ഉം, വീട്ടിൽ വിളിച്ചിട്ട് വീട്ടിലും ഫോൺ എടുക്കുന്നില്ല. ഏ, അനക്കെങ്കിലും ഒരു മെസ്സേജെങ്കിലും അയച്ചൂടെ? എനിക്ക് തീരെ വയ്യായിരുന്നു. നോർമലി ഞാൻ ഇങ്ങനെയല്ല എന്നോട് സംസാരിക്കണ്ടത്. കാരണം ഞാൻ 1 മിനിറ്റ് ഫോൺ എടുക്കാൻ വൈകിയാൽ എൻ്റെ വായിരിക്കുന്ന എല്ലാം ഞാൻ കേൾക്കണം. ഞാൻ ഇത്രയും സമയമായിട്ട് ഞാൻ ഇതുവരെ ഒന്നും എന്നെ പറഞ്ഞിട്ടില്ല. ഉം, ഇങ്ങനെ പനിയൊക്കെ മാറിയോ? പനി ചെറുതായിട്ടൊക്കെ. നമ്മളങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ ട്ടാ. എനിക്ക് തീരെ വയ്യാത്തോണ്ട് എല്ലാവർക്കും പോയി. ഞാൻ എനിക്ക് എണീക്കാനേ പറ്റിയിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞെന്ന് മനസ്സിലായ? മനസ്സിലായി. എന്താ? അതുകൊണ്ടല്ലേ. എന്തുകൊണ്ട്? അതൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റത്തില്ല. അത് പറയണ്ട. ഞാൻ ഫോൺ വിളിച്ചിട്ടും എടുക്കാത്തോണ്ടല്ലേ? നീ വിളിച്ചിട്ടോ? അല്ല, നിങ്ങള് വിളിച്ചിട്ട് ഞാൻ എടുക്കാത്തോണ്ടല്ലേ? അത്രയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. എന്താ സംഭവം എന്ന് പറയും. എൻ്റെ പൊന്നാര മോളെ, ഇതുവരെ എനക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന് തിരിഞ്ഞില്ല. ഇല്ലാന്നേ. നമ്മളങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചിങ്ങോട്ടും കിട്ടത്തോളം. ഓഹോ, എന്താ? അങ്ങനെ സ്നേഹം. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയണ്ടേ? പിന്നെ ഞാൻ എല്ലാം ഇനി എന്നോട് വിളിച്ച് പറയാം. വിളിച്ചു പറയണം. ഓ, സ്നേഹമൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. ഉണ്ടാവും. ഉണ്ടായത് കൊണ്ടല്ലേ ഇപ്പോൾ 24 മണിക്കൂറും വിളിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഈ പറയാതിരിക്കും അത് സ്നേഹം കൂടിപ്പോയോണ്ടാ ഞാനിങ്ങനെ വിളിക്കാതിരുന്നേന്ന്. പിന്നെ എനിക്കൊരു ഇതുണ്ട്, പിണക്കുണ്ട് ഇങ്ങോട്ട്. എന്ത് പിണക്കോ? അതൊക്കെ ആലോചിച്ചത് പിന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എന്റെ അസുഖമൊക്കെ മാറിയിട്ടേ ഉഷാറായിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നു മോളെ, ഉം, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നീ നന്നായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക്. ഞാൻ നന്നായിരിക്കണമെങ്കിലേ നിങ്ങളെന്റെ കൂടെ വേണ്ടേ? എന്നാലും സാരമില്ല, ആഹാ. ഉള്ളത്തോളം മതിയല്ലോ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ലല്ലോ. അതിന് ആ ഒരു മറുപടി പറഞ്ഞു തരാം എനക്ക്. ഉമ്മ പറയും. ഒത്തോളം ഒത്തത് ഒത്ത്, ഒപ്പിക്കാൻ നിൽക്കണ്ട. വെറുതെ ഇരിക്കല്ലേ, തിങ്ക് ചെയ്തോ കേട്ടാ. എനിക്കറിയാം എന്നെ കൊണ്ടുപോകില്ല. നിങ്ങൾക്ക് മിണ്ടത്തില്ല ഞാൻ. തനി നാടൻ ഭാഷയിൽ എനിക്ക് മറുപടി ഒന്നുമില്ല എൻ്റെ പൊന്നുമോള്.